ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റേ സാസി. സോ ഇന്ന് ഞാൻ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ ഇന്നലെ ചെയ്ത ആ ഒരു ഡെമോയുടെ ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നതാണ് എൻ്റെ മേക്കപ്പ് അക്കാഡമിയിലോട്ട്. അപ്പോൾ ഇന്നലെ മാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഡെമോ ഞങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇന്ന്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് ഞങ്ങൾ ആരും മേക്കപ്പിൽ പ്രോസ് അല്ല. സ്വന്തമായിട്ട് ഗ്രൂം ചെയ്യും എന്നല്ലാതെ മറ്റൊരാൾക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് അധികം ആർക്കും ഇല്ല. ഈവൻ ഞാനും ഒരാൾക്ക് എന്തോ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെയും വേറെ ആർക്കും അങ്ങനെ മേക്കപ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല. സോ ഞാനും ടെൻസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് റോഷിനി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരി ഫേസിൽ ബേസെല്ലാം സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ രാത്രി പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല പൊതുവേ. സോ അതുകൊണ്ട് ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ മാം ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മുടെ മേക്കപ്പ് ട്രയൽ ആയതുകൊണ്ടും ഞങ്ങൾക്ക് മാം ഇടയ്ക്കിടയ്ക്ക് വന്ന് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നെ മെയിനായിട്ടും ഞങ്ങളാരും ഇത് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് ടേൺ ഔട്ട് ആവും എന്ന് ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് ചെയ്തതല്ല. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ഞങ്ങളങ്ങ് നെർവസ് ആയിട്ടും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ അംഗത്തിന് ശേഷം എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് വർക്കായിരുന്നു. റോഷന് 2 മണിക്കൂർ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ലാഗായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റോഷിനിയുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആൾ നല്ല രീതിക്ക് ഹാപ്പി ആയിരുന്നു. ആൾ വിചാരിച്ചതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റി. ആകെ 2-3 കറക്ഷൻസ് ഉണ്ടായിരുന്നത് ഐബ്രോസിലും ഐൽസിലും ഡ്രാപ്പ് ഷാഡോയിലും ഒക്കെ. അത് മാം കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനൽ ലുക്കിൽ റോഷിനി നല്ല രീതിക്ക് ഹാപ്പി ആയിരുന്നു. ഇവൻ ഞാനും ഹാപ്പി ആയിരുന്നു, ബിക്കോസ് ഞങ്ങൾ ആരും തന്നെ പ്രോസ് അല്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അത് ഇത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടായാലും ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇവൻ ബാക്കി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സിൽ ആർക്കും തന്നെ അങ്ങനെ ഓവറായിട്ട് ഫൗണ്ടേഷൻ ആയി പോവുക, അങ്ങനെ ഓവറായിട്ടൊരു ലുക്ക് വരുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെന്ന് ആരുടെ മേക്കപ്പിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ റോഷിനിക്ക് മേക്കപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഫേസിൽ ടോണറൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ തന്നെ മോയ്സ്ചറൈസറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ആളുടെ സ്കിന്ന് നല്ല രീതിക്ക് സെൻസിറ്റീവാണ്. ആൻഡ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ടെൻസ്ഡ് ആയിരുന്നു. എൻ്റെ ഫേസിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാത്രി നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തോന്നും. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ എന്താണോ കാണുന്നത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതിനിടയിൽ ഞാൻ 2-3 സ്റ്റെപ്സ് വിട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഷിനി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയാണെന്ന്. ബിക്കോസ് ആൾ ഭയങ്കര ചില്ലായിട്ടുള്ളൊരു പേഴ്സണാണ്. അതിപ്പോൾ നമ്മുടെ ക്ലാസ് ഫുള്ളി അങ്ങനെയാണ്, മാം ഉൾപ്പെടെ അങ്ങനെയാണ്. ഭയങ്കര ചില്ലാണ്. നമുക്കിങ്ങനെ ക്ലാസ്സിലിരിക്കുകയാണ്, ബോറടിക്കുന്ന അങ്ങനെ ഒരു ഫീല് ഉണ്ടാവില്ല. ഞങ്ങൾ ഈ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ചിരിയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. നല്ല കമ്പനിയാണ് ക്ലാസ്സിലെല്ലാവരും. നല്ല ടൈം പോകുന്നതേ അറിയില്ല. അതുപോലെ നമുക്ക് ബോറും അടിക്കില്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന 2-3 മിസ്റ്റേക്സ് മാം വന്ന് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് എനിക്ക് ഷെയ്ഡ്സിലും കാര്യത്തിലൊക്കെ വന്ന 2-3 ഡൗട്ട്സ് ആൾ വന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരുന്നു. ആൻഡ് ഞാൻ ഫസ്റ്റ് ഐബ്രോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കറക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി ആർക്കെങ്കിലും ഐലൈനർ ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബിക്കോസ് എനിക്കത് ഇങ്ങനെ കൈ ഷിവറായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സീരിയസ് ആയിട്ട് നിന്ന് ലൈനർ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ മാം വന്നിട്ട് കറക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൈൻഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ മാമിനെ വിളിക്കും, മാം ഇങ്ങനെയല്ലേ. ആൻഡ് പുള്ളിക്കാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആൾ വന്ന് എത്ര പ്രാവശ്യം വിളിച്ചാലും ക്ലിയർ ചെയ്ത് തരും. ആൻഡ് ഓൾസോ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന റോഷിനി ആണെങ്കിൽ ഭയങ്കര ചില്ലാണ്. ആൾ ഇരിക്കുമ്പോഴത്തേനും ടൈം പോകുന്നതേ അറിയില്ല, അത്രയും സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ്
ആളുടെ മൂക്ക് നല്ല നീണ്ട മൂക്കാണ്. എനിക്ക് പേഴ്സണലി മൂക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് ഓൾറെഡി നീളത്തിലുള്ള മൂക്കായതുകൊണ്ട് അത്ര ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി നോസ് കോണ്ടോർ ചെയ്യുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുള്ള ഒരു പരിപാടിയാണ്. സോ എൻ്റെ ട്രയൽ കഴിഞ്ഞിട്ട് ആളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. ഞാൻ പേഴ്സണലി നല്ല ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഐസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. ബട്ട് ഇല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ സ്കിൻ ടോൺ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയായിരുന്നു ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് മാമും ഷെയ്ഡും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വർക്ക് അത്രയും നന്നായിട്ട് ടേൺ ഔട്ട് ആയതിൽ. സോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൺ ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തുവാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഏത് ബ്രഷാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാം ഞാൻ ഇങ്ങനെ മറന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ എന്താണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ മാമിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത എന്തോ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. ഫുള്ളായിട്ടുണ്ടോ, കഴുത്തും ഫേസും എല്ലാം പ്രോപ്പറായിട്ട് സെയിം ഷെയ്ഡാണോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആൻഡ് ആളുടെ ഫൈനൽ ലുക്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബ്രഷുകളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് അല്ലെങ്കിൽ അതിൽ ആ ഒരു സ്റ്റെയിൻ പിടിക്കുന്നുണ്ടാകും. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പോകാനായിട്ടും പാടായിരിക്കും. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.